ഹലോ ഗൈസ്, നമ്മൾ ബാംഗ്ലൂരുകാരുടെ ഒരു ഹരമാണ് മേഘ്ന ബിരിയാണി. നമുക്ക് ഇന്ന് അതൊന്ന് ട്രൈ ചെയ്താലോ? അപ്പോൾ ഒരു 1/2 കിലോ കഴുകിയ ചിക്കനിൽ 2 സ്പൂൺ മൈദപ്പൊടിയും 2 സ്പൂൺ കോൺഫ്ലവറും 1.5 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും ഒരു പച്ചമുട്ടയിട്ടും നല്ലവണ്ണം മിക്സ് ചെയ്ത് 2 മണിക്കൂർ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കനെ ഓരോന്നായി ഓയിലിട്ട് തിരിച്ചും മറിച്ചും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസിന്റെ കാര്യം ശരിയാക്കാം. ഒരു കുക്കറിൽ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തേജ്പട്ടയും ഇട്ട് റൈസിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നനച്ചു വെച്ച റൈസിനെ ഒന്ന് 80% വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് റെഡിയാട്ടാ ഗൈസ്. ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന ഓയിലിൽ നമുക്ക് നമ്മുടെ ഗ്രേവിനെ റെഡിയാക്കാം. ഇനി ഈ കാണുന്ന ഗരം മസാലയും 2 സബോളയും 4 ചുവന്നമുളകും ഇഞ്ചി വെളുത്തുള്ളി ചില്ലി പേസ്റ്റും കറിവേപ്പിലയും 4 തക്കാളി പീസസും ഇതിൽ നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ചിക്കൻ ട്രഷേഴ്സിന്റെ ബിരിയാണി മസാലയും ഈ കൂട്ടിന്റെ ഉള്ളിൽ ആഡ് ചെയ്ത് നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെക്സ്റ്റ് മെയിൻ ആയിട്ട് ഇതിൽ നമുക്ക് കുറച്ച് തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം. മല്ലിയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഗ്രേവി നമുക്ക് റൈസിന് വേണ്ടി മാറ്റി വെച്ച് ബാക്കി വന്ന ഗ്രേവിയിൽ നമ്മുടെ ഫ്രൈഡ് ചെയ്ത ചിക്കനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഗ്രേവി റെഡിയാണ് ഗൈസ്. എന്നിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് ഗീ ഒഴിച്ച് റൈസിന് വേണ്ടി മാറ്റി വെച്ച ഗ്രേവിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് നമ്മുടെ റൈസിനെ ഇതിന്റെ മേലെ ഒന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ റൈസിന്റെ ഇടയിൽ ഒരു 4 ഓട്ടയാക്കിയിട്ട് റൈസ് വേവിച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഗ്രേവിയുടെ ഫ്ലേവർ നമ്മുടെ റൈസിനെ പിടിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് പകർത്തിയെടുക്കാം മെല്ലെ. എന്നിട്ട് ഇതിന്റെ മേലെ നമ്മുടെ റെഡി ആക്കിയിട്ടുള്ള ചിക്കൻ ഗ്രേവി ഇട്ടാൽ നമ്മുടെ മേഘ്ന ബിരിയാണി ഈസ് റെഡി ടു സെർവ് മച്ചാമാരെ. അപ്പോ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സോ ബാംഗ്ലൂർ മേഘ്ന ബിരിയാണി കഴിച്ചവരും കഴിക്കാത്തവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുന്നുണ്ടാ ഗൈസ്. താങ്ക് യു.